അതുവഴിയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അവിടെ നിന്നാണ് ഈ വിംസ് ആശുപത്രി ജംഗ്ഷൻ വഴി അരപ്പറ്റ എന്ന ഈ മേഖലയിൽ നിന്ന് വിംസ് ആശുപത്രി ജംഗ്ഷൻ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബാരിക്കേഡൊക്കെ വെച്ച മേഖല, ഇതിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുക. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാണ്. SPG ഒക്കെ വന്ന് ഈ സുരക്ഷ വിലയിരുത്തിയതുമാണ്. അപ്പോൾ അല്പസമയത്തിനകം വാഹന വ്യൂഹം സുഗമമായി കടന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡിനപ്പുറത്ത് ആളുകൾ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ആളുകൾ വന്നു നിൽക്കുന്നുണ്ട്. നേരത്തെ അനശ്വരയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനോട് കൈകൂപ്പിയാണ് പ്രധാനമന്ത്രി, വയനാടിനോട് ഉള്ള ആദരം അർപ്പിച്ചുകൊണ്ടാണ് വഴിയിലുടനീളം പ്രധാനമന്ത്രി കടന്നു പോകുന്ന കാഴ്ച കണ്ടത്. അത്തരത്തിൽ ആളുകളും അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ വന്നു നിൽക്കുന്നു എന്നുള്ള കാഴ്ച കാണുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വരാം. ഈ 4 പേരോടാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത്. ഈ 4 പേരുടെയും കഥ നമ്മൾ അത്ര ഈ ഒരു നിമിഷത്തിൽ ഈ പ്രളയ ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മളെ എത്ര വേദനിപ്പിച്ച കാഴ്ചകളായിരുന്നു. അവരൊക്കെ ഇന്ന് അതിജീവനത്തിൻ്റെ കഥകളായി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു ആശ്വാസവും സാന്ത്വനവും ഒക്കെ നൽകുന്ന കാഴ്ചകൾ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള കാഴ്ചകളാണ്. ആ മരവിപ്പ് നമുക്ക് മാറണം. ആ ദുരന്തത്തിൽ വിറച്ചുപോയ നമ്മൾ ഉൾപ്പെടെയുള്ളവർ, നമ്മളിപ്പോഴും ആദ്യ ദിനം മുതൽ തന്നെ ഈ ദിനങ്ങളിലൂടെയൊക്കെ കടന്നുപോയത് ആ ഒരു വികാരത്തോടെയാണ്. ഇനി എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പറയുന്നുണ്ട്, ആ ദുരന്ത മേഖലയിൽ കൈകോർത്ത പോലെ രാജ്യമാകെ കൈകോർക്കണം. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നിനെ അതിജീവിക്കണം നമുക്ക്. അപ്പോൾ പ്രധാനമന്ത്രി എന്നെ എത്തുന്നു എന്നുള്ളത് മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ വൈകാരികമായ ഒരു കാഴ്ച തന്നെയാണ്. അത്തരത്തിൽ ഈ ഏറ്റവും വലിയ ഒരു അതിജീവനത്തിൻ്റെ കാഴ്ചയായവരാണ് ഈ അരുണും അവന്തികയും അനിലും ഈ സുകൃതി ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അവരുടെ ഒക്കെ എടുത്ത് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നു. അവർക്ക് വാക്കാൽ ഒരു ആശ്വാസം പ്രധാനമന്ത്രിക്ക് നൽകാനാകുന്നു. രാജ്യത്തിന്റെ വാക്കുകളായിരിക്കും അത് എന്നുള്ളതിൽ നിസ്സംശയം നമുക്ക് പറയാം. ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ആ സമയത്ത് അദ്ദേഹം വയനാട്ടിലെത്തിയ സമയം മുതൽ കാണുന്നതാണ് അവിടെ ചുറ്റുപാടും നിൽക്കുന്ന മനുഷ്യർ എത്രത്തോളം പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും ഒക്കെയാണ് വഴിയരികിൽ കാത്തു നിൽക്കുന്നത് എന്ന ഈ ദൃശ്യങ്ങളിൽ ചൂരൽമലയിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചൂരൽമലയിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ വെള്ളാർമല ഹൈസ്കൂൾ റോഡിലേക്ക് കടന്നുപോയത്. അവിടെ വരെ എത്തിയ ചൂരൽമലയിലേക്ക് വരുന്ന വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. വളരെ പ്രതീക്ഷയോടെയാണ് റോഡിന്റെ ഇരുവശവും ജനങ്ങൾ തടിച്ചുകൂടിയത്. സാധാരണ പൊതുപരിപാടികൾക്കൊക്കെ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ വരുമ്പോഴൊക്കെയും ആവേശത്തോടുകൂടി പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ പൊതുജനങ്ങളും കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ന് വയനാട്ടിൽ കാണാനാവുന്നത്. എല്ലാവരുടെയും കണ്ണുകളിൽ പ്രതീക്ഷയാണ്, ആകാംക്ഷയാണ്, എന്താണ് വയനാടിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന്.